ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചാരിസ് വേൾഡ്. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കേട്ടോ. അപ്പോൾ എന്നോട് ഞാൻ ടെറ്റ് എന്നൊരു എക്സാം ഉണ്ട് ഞങ്ങൾക്ക് ടീച്ചേഴ്സിൻ്റെ ഇടയിൽ. അപ്പോൾ അത് ക്വാളിഫൈ ചെയ്തപ്പോൾ തൊട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ക്വാളിഫൈ ചെയ്തത്, എന്താ പഠിച്ചത്, ഏതാ പഠിച്ചതെന്നൊക്കെ. ഞാൻ ഒരുപാട് തവണ എഴുതിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ കോച്ചിങ്ങിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്വന്തമായി പഠിച്ചിട്ട് വേണം വേണ്ടാന്ന് കരുതിയിട്ട് പോയി എഴുതിയിട്ടുണ്ടായിരുന്നതാണ് ഇതുവരെയുള്ളതൊക്കെ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ പഠിച്ചു പോയിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റി. പഠിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, ഞാൻ വീട്ടിൽ നിന്ന് പഠിച്ചാണ്. കോച്ചിങ്ങിനൊന്നും ചേർന്നിട്ടില്ല. ഞാൻ സ്വന്തമായി പഠിച്ചാട്ടോ. കോച്ചിങ് ചേർന്നിട്ടില്ല പറഞ്ഞാൽ ഒരു കോച്ചിങ് സെൻറ്ററിൽ ഞങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവർ ഫസ്റ്റ് ടോപ്പിക് ഇട്ടപ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ സെക്കൻഡ് ടോപ്പിക് ഇട്ടപ്പോൾ അതിൽ നമുക്ക് തെറ്റായിട്ടാണ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് പോട്ടെ, അതൊന്നുമല്ല നമുക്ക് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഞാൻ ഇതെങ്ങനെ പഠിച്ചു എന്നല്ല നിങ്ങൾക്ക് അറിയേണ്ടത്. ഞാൻ ഒന്നിൽ മാത്രം ഞാൻ ഇതുവരെ ഒറ്റ സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒറ്റ സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല പോയത്, എല്ലാ സബ്ജക്റ്റും ഒരുപോലെ നോക്കിയിട്ടാണ് പോയത്. പക്ഷേ ഒന്നുകൂടി കുറച്ചുകൂടി ഞാൻ നമ്മുടെ സൈക്കോളജി ഉണ്ടല്ലോ, അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാതും ഞാൻ നോക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഡീപ്പായി പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് ചെറിയ കുട്ടികളുണ്ടാവുകൊണ്ട് നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് മാത്രം ഞാൻ അങ്ങനെ നമുക്ക് വീഡിയോസിലൊക്കെ പറയുമല്ലോ ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം, ആ രീതിയിലൊന്നും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടും എന്ന് തന്നെ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ടാണ് ഞാനത് എഴുതിയത്. ഞാൻ ചെയ്തതൊക്കെ ഇതാണ്. എൻ്റെ മാത്സിൻ്റെ എന്ന് വെച്ചാൽ മാത്സിനിപ്പോൾ മാത്സ് ചെയ്യാൻ അറിയാത്തവർക്ക് ഇതിൽ പെഡഗോജി എന്ന് പറഞ്ഞൊരു പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്, അത് നോക്കി പോവുക, നന്നായി പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെയും പെഡഗോജി പറഞ്ഞ പോർഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ചെയ്യാൻ അറിയാത്തവർ ആ ഒരു പോർഷൻ നോക്കിയിട്ട് പോവുക. അപ്പോൾ അവിടുത്തെ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ പോയാലും നമുക്ക് ജയിക്കാനും ചിലപ്പോൾ 1-2 മാർക്കൊക്കെ ആവശ്യമായിട്ടുള്ളെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ മലയാളം നിങ്ങൾ പഠിച്ചു പോയിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം അവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ഒരു പാരഗ്രാഫ് വൈസാണല്ലോ തരുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അത്യാവശ്യം അതിൻ്റെ ഒരു ഗ്രാമർ, ഈ ഇംഗ്ലീഷിൽ ഗ്രാമർ ഉണ്ടല്ലോ, അതേപോലെ തന്നെ മലയാളത്തിന് കുറച്ച് ഗ്രാമർ പഠിച്ച് പോകണമെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ CRT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും ഒരുപാട് ചോദിക്കുന്നുണ്ട് കേട്ടോ അവർ. അത് പഠിച്ചാലും പക്ഷേ ഞാൻ അത് അതൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാര്യമായിട്ട് നോക്കിയത് ഓഡിയോ PSC സാറിൻ്റെ ഒരു കുറച്ച് ക്ലാസ്സും പിന്നെ നമ്മുടെ CCയിലുള്ള ഒരു ഇംഗ്ലീഷ് ക്ലാസ്സും ഉണ്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് മാത്രമേ. പിന്നെ മാത്സിൻ്റെ പറയുന്നത് ബ്രിഡ്ജസ് അക്കാദമി, അതിൽ ഉള്ള സാറിൻ്റെ ക്ലാസ്സും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 3 പ്രാവശ്യം ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ കോച്ചിങ്ങിന് ചേർന്നിട്ടില്ല. ഞാൻ പിന്നെ പറയണേ, കോച്ചിങ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഞാൻ പ്രാവശ്യം പഠിച്ച, പക്ഷെ പഠിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല. നമ്മൾ പഠിക്കാതെ പോയിട്ട് വെറുതെ കറക്കി കുത്തിയാൽ കിട്ടുമെന്നൊക്കെ എപ്പോഴും പറയും എല്ലാവരും കേട്ടോ. പക്ഷേ ഈ പറയുന്ന ആൾക്കാരും ഇത് പഠിച്ചിട്ട് പോയിട്ടിരുന്നിട്ടാണ് കറക്കി കുത്തുന്നത് എനിക്ക് മനസ്സിലായി. പഠിച്ചിട്ട് പോയാലേ ഉള്ളൂ നമുക്കത് കറക്കി കുത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പഠിക്കണം, പഠിച്ചാൽ തന്നെ ഇത് കിട്ടുള്ളൂ. പിന്നെ അല്ലാത്തവർ പറയുകയൊക്കെ ചെയ്യും നമുക്ക് ഭാഗ്യമാണ് കുറേ, അതുകൊണ്ട് കുറച്ച് ലക്കുണ്ട്. നമ്മൾ ചെയ്യുന്നത് ശരിയായാൽ മതിയല്ലോ. അപ്പോൾ ഇത് നമ്മൾ കറപ്പിക്കുന്നത് ശരിയായാലും നമുക്ക് പാസ്സാവാം, അങ്ങനെയുണ്ട്. പക്ഷേ ഒരുപാട് ലക്കൊന്നും ഉണ്ടാവില്ല. 1-2 മാർക്കിന് പോകുമ്പോൾ അവിടെ ഇവിടെയും ചെറിയ ലക്ക് കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൊത്തമായിട്ട് അങ്ങനെ ലക്കൊന്നും നമ്മൾ പഠിക്കാതെ പോയിരുന്നിട്ടും അവിടെ കൊണ്ടുപോയി കറപ്പിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ മൊത്തമായിട്ട് മാർക്ക് നമുക്ക് പോവും. പിന്നെ വീട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴാവും ഒക്കെ ചിലപ്പോൾ നമുക്ക് അറിയണതാവും, നമ്മൾ വെറുതെ പോയി ഇരുന്നതൊക്കെ തെറ്റിച്ച് പോന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്തത് ഇതൊക്കെയാണ്. അപ്പോൾ ഇനി വരുന്നൊരു എക്സാം കൂടി ഉണ്ടല്ലോ, ഇപ്പോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് നന്നായിട്ടെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് എഴുതുക, എന്തായാലും ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.